പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ എത്തിയിരിക്കുന്നു. കുന്നംകുളത്തെ ചെറുത്തൂർ ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന്റെ പരിപാടി. സുരേഷ് ഗോപി അടക്കമുള്ളവർ വേദിയിലുണ്ട്. അതിലേക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രധാനമന്ത്രി കുന്നംകുളത്ത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ. അങ്ങനെ രണ്ട് മുന്നണികളുടെയും, ഇന്ത്യ മുന്നണിയുടെയും NDA മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവരെ നയിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പ് സ്റ്റാർ പ്രചാരകർ കേരളത്തിൽ ഒരേ സമയം പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രി കുന്നംകുളത്താണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. തൃശ്ശൂർ, ആലത്തൂർ മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ കുന്നംകുളത്ത് പ്രചാരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലേക്ക് വരും. അവിടെ ക്രിസ്ത്യൻ കോളേജിലെ ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടി. അത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളെ ചേർത്തുകൊണ്ടാണ്. ശേഷം അദ്ദേഹം തിരുനെൽവേലിയിലേക്ക് പോകും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. അതുകൊണ്ട് വയനാട് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയും പരിപാടികളുമൊക്കെ നടക്കുന്നത്. അങ്ങനെ രണ്ട് പേരും ഒരേ സമയം വയനാട്ടിലും കുന്നംകുളത്തും രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ പ്രവർത്തകരെ കാണാൻ, വോട്ട് നേടാൻ, ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇരു സ്ഥലങ്ങളിലും വലിയ ജനപങ്കാളിത്തം, പ്രവർത്തകരുടെ വലിയ നിര രണ്ടിടങ്ങളിലും കാണാം. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി സരസു തുടങ്ങിയവർ വേദിയിലുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റ് കൂടുതൽ പ്രവർത്തകരെ നമുക്കവിടെ ദൃശ്യമാണ്. ഇപ്പോൾ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി സരസു പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയാണ്. അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ആബാലവൃദ്ധം ജനങ്ങളുടെയും ഉത്തരം ഒന്നു മാത്രമാണ്. അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി എന്ന പേര്. ഗോപാലകൃഷ്ണനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആദ്യം സംസാരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ പ്രത്യേകിച്ചും. കാരണം ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കുക എന്ന വലിയ ലക്ഷ്യവുമായാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത്. തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് BJP. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടക്കുന്നത്. അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി. അതാണ് ഭാരതം മുഴുവനും നിറഞ്ഞു. ശരി, അരുൺ അമൃതാഥുണ്ട്. അരുൺ, പ്രധാനമന്ത്രി വേദിയിൽ എത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാനാണ് പ്രവർത്തകരുമെല്ലാം കാത്തിരിക്കുന്നത്. ശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് വരണം. തിരുനെൽവേലിയിലുണ്ട്. തിരക്കിട്ട പരിപാടികളാണ്. എന്ത് പ്രതീക്ഷയിലാണ് പ്രവർത്തകർ കാത്തിരിക്കുന്നത്? തൃശ്ശൂർ എടുക്കും എന്ന സുരേഷ് ഗോപിയുടെ ആഹ്വാനത്തിന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കരുത്താകും. അതെ, അത്തരത്തിൽ തന്നെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തോടെ, വലിയ ഊർജ്ജത്തോടു കൂടി തന്നെയാണ് ദിവിഷ് രാവിലെ മുതൽ തന്നെ ഈ ചെറുവത്തൂരിലെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. 7 മണി മുതൽ തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിരുന്നു. 2 ബാരിക്കേഡുകളുടെ അരികിലൂടെയാണ് പ്രവർത്തകരെ കടത്തിവിട്ടത്. നിരനിരയായി പ്രവർത്തകർ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കുന്നംകുളത്തെ ഗ്രൗണ്ടിൽ നിന്ന് എന്തായാലും കണ്ടത്. പ്രധാനമന്ത്രി ഇപ്പോൾ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഊർജ്ജം BJP പ്രവർത്തകർക്ക് എന്തായാലും ഊർജ്ജം പകരാൻ തന്നെയാണ് ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ BJPയെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ അവർ ഉറ്റുനോക്കുന്ന കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ ഏറ്റവും പ്രധാനം കൽപ്പിക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അപ്പോൾ BJPയുടെ ഒരു ആഹ്വാനം തന്നെയുണ്ട്, തൃശ്ശൂർ ഇത്തവണ എടുക്കുമെന്ന്. അത്തരത്തിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള പ്രീ പോൾ ഫലങ്ങൾ ഉൾപ്പെടെ അവിടെയൊന്നും BJPക്ക് മുൻതൂക്കം പ്രവചിക്കുന്നില്ലെങ്കിൽ പോലും നേരത്തെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വീതത്തിൽ ഉണ്ടാകുന്ന ഒരു ഉയർച്ച പ്രവചിക്കുന്നുണ്ട്. അത് പലപ്പോഴും 2ാം സ്ഥാനത്തേക്കൊക്കെ ദേശീയ മാധ്യമങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രീ പോൾ ഫലങ്ങൾ എന്തായാലും പറയുന്നു. ഇതൊക്കെ BJP പ്രവർത്തകരെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ഊർജ്ജം തന്നെയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായുള്ള മോദിയുടെ പ്രസംഗത്തെയും പ്രവർത്തകർ ഉറ്റുനോക്കുന്നുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ചും കുന്നംകുളത്തേക്ക് വരുമ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലേക്ക് പ്രവർത്തകർ കാര്യമായി തന്നെ എന്തായാലും ഉറ്റുനോക്കുന്നു. 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ. ഒപ്പം തന്നെ പ്രമുഖ നേതാക്കളും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ അണിനിരക്കുന്നത്. മലപ്പുറം, പൊന്നാനി, തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂർ മണ്ഡലത്തിലെ. ശരി, പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരിടത്ത് രാഹുൽ ഗാന്ധി, ഒരിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുന്നംകുളവും വയനാടും ഇപ്പോൾ ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി വരികയാണ്. കാരണം രണ്ട് മുന്നണി പോരാളികളാണ്. ഇരു മുന്നണികളുടെയും സ്റ്റാർ ക്യാമ്പയിനേഴ്സാണ് കേരളത്തിൽ ഒരേ സമയം പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.